വെറുപ്പിനും വിദ്വേഷത്തിനും ഈ ഭൂമിയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് KP ശശികല. അന്യമത വിദ്വേഷവും ജാതിവെറിയും ഇത്രയും ഭീകരമായി വിളിച്ചു പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ ജനിച്ചുപോയതിൽ നമ്മൾ തന്നെ ലജ്ജിക്കണം. ഏറ്റവും ഒടുവിൽ ശശികല ലക്ഷ്യം വെച്ചിരിക്കുന്നത് റാപ്പർ വേടനെയാണ്. വേടനൊന്ന് പാടിയപ്പോൾ പാടെ ആടി ഉലഞ്ഞുപോയ സവർണ ബിംബങ്ങളുടെ ഗതികിട്ട പ്രതീകമാണ് ശശികല. ഇനിയും പുലരിയുദിക്കാത്ത ഏതോ കാലത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ശശികല ജനാധിപത്യ കേരളത്തിന്റെ മുഖത്തേക്ക് ഇന്നലെ ആ ചോദ്യം എറിഞ്ഞത്. റാപ്പാണോ ഇവിടുത്തെ പട്ടിക വിഭാഗക്കാരുടെ തനത് രൂപമെന്ന്? അതിനുള്ള മറുപടി വേടൻ തന്നെ പറയുന്നതാണ് അത്യുത്തമം. അയാൾ അത് പറഞ്ഞും കഴിഞ്ഞു. ഞങ്ങൾ എക്കാലവും ഇങ്ങനെ അടിമത്തത്തിന്റെ പാരമ്പര്യ ബോധങ്ങളിൽ തളയ്ക്കപ്പെട്ടു കിടക്കുന്നതാകാം അവർക്കിഷ്ടമെന്ന്. ശശികലയുടെ ചോദ്യത്തെ ശശികലയുടേതായി തന്നെ ആവർത്തിച്ചാൽ അത് ദേ ഇങ്ങനെയാണ്. പട്ടിക വിഭാഗക്കാർക്ക് എത്രയോ കലാവിഭാഗങ്ങളുണ്ട്. റാപ്പാണോ അവരുടെ ഗോത്ര സംസ്കൃതി? അപ്പോൾ മനസ്സിലായല്ലോ, ഗോത്ര സംസ്കൃതി അതാണ് കാര്യം. അതായത് അവരെന്നും ഇങ്ങനെ ആദിമ ഗോത്ര സംസ്കൃതിയിൽ തന്നെ അടിമപ്പെട്ട് കിടക്കണം. അതാണ് ശശികലയുടെയും NR മധുവിന്റെയും ഒക്കെ ഉദ്ദേശം. അങ്ങനെ കിടക്കുന്നിടത്തോളം കാലം ശശികലയും സംഘവും പരിപൂർണ സംതൃപ്തരായിരിക്കും. ഇനിയും അഴിഞ്ഞു വീഴാത്ത പാരമ്പര്യത്തിന്റെ പശുത്തൊഴുത്തിൽ കിടന്ന് കാടിവെള്ളം കുടിക്കുന്ന ഇത്തരം ശശികലമാരാണ് ഈ ആധുനിക കാലത്തും കേരളത്തെ പ്രാചീന കാലത്തിന്റെ ഫോസിലുകളായി പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും അവരുടെ കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നതാണ് ശശികലയുടെ സിദ്ധാന്തം. മാരാർ സമുദായത്തിൽപ്പെട്ടവരെല്ലാം ചെണ്ട കൊട്ടി നടന്നിരുന്നെങ്കിൽ മലയാളിക്ക് ഒരു കുട്ടിക്കൃഷ്ണ മാരാരെ കിട്ടുമായിരുന്നോ എന്ന് പണ്ട് ചോദിച്ചത് കേരളത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ്. അതുപോലെ നമ്പൂതിരിമാർ എല്ലാം പൂജയുമായി നടന്നിരുന്നെങ്കിൽ നമുക്കൊരു EMSനെ കിട്ടുമായിരുന്നോ? പട്ടികജാതിക്കാരെല്ലാം അവരുടെ കുലത്തൊഴിലുമായി നടന്നിരുന്നെങ്കിൽ നമുക്കൊരു KR നാരായണൻ ഉണ്ടാകുമായിരുന്നോ? IM വിജയനും കലാഭവൻ മണിയും ജാസി ഗിഫ്റ്റും ദേവരാജൻ മാസ്റ്ററും ഒന്നും നിങ്ങൾ ഈ പറയുന്ന ഉന്നത കുലജാതിയുടെ ശ്രേണിയിൽ നിന്നും വന്നല്ല മലയാളിയുടെ അഭിമാനമായി മാറിയത്. അങ്ങനെ പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചു തന്നെയാണ് പലരും അവരവരായതും അതിലൂടെ നമ്മളൊക്കെ നമ്മളായതും. കഞ്ചാവോളി എന്ന സോഷ്യൽ മീഡിയയിലെ ആധുനിക അധമ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ശശികല പിന്നോക്കക്കാരുടെ ഗോത്ര സംസ്കൃതിയെക്കുറിച്ചും തനിമയെക്കുറിച്ചുമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കഞ്ചാവോളി എന്ന പ്രയോഗം ഏതു വേദത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തിൽ നിന്നുള്ള വിശുദ്ധവാക്യമാണെന്ന് കൂടി പറയുമല്ലോ ശശികലെ. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടമെന്ന് ആക്രോശിക്കുന്ന ശശികല മാറുമറയ്ക്കാനാകാതെ ജന്മിമാർക്ക് മുന്നിലൂടെ നടക്കേണ്ടി വന്നിരുന്ന അടിയാള സ്ത്രീകളുടെ കാലഘട്ടം മറന്നിട്ടുണ്ടാവില്ലല്ലോ. അതും നിങ്ങൾ ഈ പറയുന്ന തനിമയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമായിരുന്നു ഒരു കാലത്ത്. ചാതുർവർണ്ണത്തിന്റെയും സ്ത്രീ വിരുദ്ധതയുടെയും ആ മനുസ്മൃതി യുഗത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ശശികലയ്ക്കും ഹിന്ദു ഐക്യവേദിക്കും RSSനുമൊപ്പം ഏതായാലും കേരളത്തിലെ പുതുതലമുറ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. വേടൻ ജാതി ഭീകരത വളർത്തുന്നുവെന്ന് പറയുന്ന NR മധുവും ശശികലയുമെല്ലാം കാലത്തിന്റെ ചുവരെടുത്ത് കാണാത്ത പ്രാചീന വക്താക്കളായി ഇവിടെ തന്നെ ഉണ്ടാകണം എന്നും. കാരണം നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു വേണം എങ്ങനെയാകരുത് നിങ്ങൾ എന്ന് വരും തലമുറയെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ.